അധിനിവേശ ഭീകരതയും വംശഹത്യയും നേരിടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐകദാർഢ്യം പ്രഖ്യാപിച്ച സാംസ്കാരിക തലസ്ഥാനം. ഗസയുടെ പേരുകളെന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഗസയിൽ കൊല്ലപ്പെട്ട കുരുന്നുകളുടെ പേരുകൾ വേദിയിൽ വായിച്ചാണ് പരിപാടിയുടെ ഭാഗമായവർ ഐകദാർഢ്യം പ്രഖ്യാപിച്ചത്. യുദ്ധക്കൊതിയിൽ ജീവിതം പൊലിഞ്ഞവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും ഹൃദയവേദനകൾക്ക് മുന്നിൽ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മൗനാഞ്ജലി. ഉയർന്നുകേട്ട ഓരോ നിലവിളിക്കും അടക്കിപ്പിടിച്ച തേങ്ങലുകൾക്കും ഇല്ലാതായിപ്പോയ കുഞ്ഞുങ്ങൾക്കും ഒരേ മനസ്സോടെ ഐക്യദാർഢ്യം. ചോരയുടെ അടുക്കള, ചോരയുടെ തീന്മേശ, ചോരയുടെ കിടപ്പറ. എൻ്റെ ചുവരുകൾ ദിനംതോറും ചുരുങ്ങി ചുരുങ്ങി വരുന്നു. നിവർന്നൊന്ന് നിൽക്കാനോ നിവർന്ന് കിടക്കാനോ പോലും അസാധ്യമായ വിധം എന്നിലേക്കുള്ള വഴികൾ ഓരോന്നോരോന്നായി അടയുന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി സച്ചിദാനന്ദൻ ഗസയെക്കുറിച്ചെഴുതിയ മുറിവുകളുടെ വീടെന്ന കവിത ആലപിച്ചാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. പിന്നാലെ കൂട്ടക്കുരുതിയിൽ ജീവൻ പൊലിഞ്ഞ കുരുന്നുകളുടെ പേരുകൾ ഓരോന്നായി എല്ലാവരും ചേർന്ന് വായിച്ചു. അമീൻ അബ്ദുള്ള, അമീൻ അബു അൽ റൌസ്, അർവ കൈസ്, അബ്ദുൽ കരീം അൽ സഹറാനി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ, കുസുമം ജോസഫ്, ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, പി എൻ ഗോപികൃഷ്ണൻ, സി രാവുണ്ണി, അൻവർ അലി, പി എസ് ഇക്ബാൽ, കവിതാ കൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്ന് വേദിയിൽ തണ്ണിമത്തൻ മുറിച്ചു. ചിന്താരവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ EMS സ്ക്വയറിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.